Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ട്രാൻസ്ഫോർമറുകളുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി ചോദ്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും തമ്മിലുള്ള രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്കൊരു പട്ടിക വരയ്ക്കാം. ഇടതുഭാഗത്ത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും വലതുഭാഗത്ത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ വ്യത്യാസം ചുറ്റുകളുടെ എണ്ണമാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയേക്കാൾ കൂടുതലായിരിക്കും, അതായത് NS>NP. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയേക്കാൾ കുറവായിരിക്കും, NS>NP. രണ്ടാമത്തെ വ്യത്യാസം വോൾട്ടേജ് ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ വോൾട്ടേജ് വർദ്ധിപ്പിക്കുന്നു, അതുകൊണ്ട് സെക്കൻഡറി വോൾട്ടേജ് Vs പ്രൈമറി വോൾട്ടേജ് Vpയേക്കാൾ കൂടുതലായിരിക്കും. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ Vs Vpയേക്കാൾ കുറവായിരിക്കും. മൂന്നാമത്തെ വ്യത്യാസം കറന്റ് ആണ്. എപ്പോഴും ഓർക്കുക, വോൾട്ടേജ് കൂടുമ്പോൾ കറന്റ് കുറയും. അതുകൊണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ സെക്കൻഡറി കറന്റ് Is പ്രൈമറി കറന്റ് Ipയേക്കാൾ കുറവായിരിക്കും. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ Is Ipയേക്കാൾ കൂടുതലായിരിക്കും. അവസാന വ്യത്യാസം കോയിലുകളുടെ വണ്ണമാണ് അഥവാ കട്ടിയാണ്. സ്റ്റെപ്പ് അപ്പ് സെക്കൻഡറിയിൽ കറന്റ് കുറവായതുകൊണ്ട് അതിന്റെ വണ്ണം പ്രൈമറിയേക്കാൾ കുറവായിരിക്കും. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിലെ സെക്കൻഡറിയിൽ കൂടുതൽ കറന്റ് ഒഴുകുന്നതുകൊണ്ട് അതിന്റെ വണ്ണം കൂടുതലായിരിക്കണം. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഓർമ്മിക്കാൻ എളുപ്പമുള്ള ഏതെങ്കിലും രണ്ട് വ്യത്യാസങ്ങൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ. വീഡിയോ കണ്ടതിന് നന്ദി. ഹാപ്പി ലേണിംഗ്.